ഹായ് ഗൈസ്. അപ്പോൾ ഞാൻ ഇന്നൊരു പട്ടുപാവാട എന്ന് പറയാൻ പറ്റില്ല കേട്ടോ. പ്ലീറ്റ്സും വേണ്ട, ബോക്സ് പ്ലീറ്റും വേണ്ട, അമ്പർലയും വേണ്ട, അങ്ങനെ രീതിയിലുള്ള ഒരു പാവാടയാണ് ഞാനിവിടെ തയ്ക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇത് തുണിക്കനുസരിച്ചാണ് നമ്മൾ എടുക്കുന്നത് ഇതിൻ്റെ. അപ്പോൾ ആദ്യം നമ്മൾ ഒരു 2 ഇഞ്ച് വിടാം. അതിനുശേഷം ഒരു 3 ഇഞ്ച്, അത് മുകൾ ഭാഗത്ത് കാണുന്ന പ്ലീറ്റ്സ് ഉണ്ടാവും. ഇതിന്റെ നല്ല വശവും ചീത്ത വശവും നോക്കണേ. അപ്പോൾ അത് മുകൾ ഭാഗത്ത് കാണുന്ന പ്ലീറ്റ്സ് ആണ്. പ്ലീറ്റ്സ് എന്ന് പറയാൻ പറ്റില്ല, അത് നമുക്ക് പ്ലീറ്റ്സ് പോലെ തോന്നിക്കാനായിട്ട് കണ്ടാല് വിചാരിക്കും പ്ലീറ്റ്സ് ഇട്ട പാവാടയാണ്. ആ ഒരു വിധത്തിൽ തോന്നിക്കാനായിട്ടാണ്. പിന്നെ ഒരു 8 ഇഞ്ചോളം ഗ്യാപ്പ് ഞാൻ ഇട്ടിട്ടുണ്ട്. ഇതിലാണ് നമ്മൾ ടെക്ക് ഇട്ട് കൊടുക്കുന്നത്, ഉൾവശത്ത് കേട്ടോ. എന്നിട്ട് അതിന്റെ സെന്റർ എടുക്കുക, നേരെ ഒരു 8 ഇഞ്ചും കൂടി അടയാളപ്പെടുത്തുക, 8-9 ഇഞ്ച് അടയാളപ്പെടുത്തുക. ഇതേപോലെ നമ്മൾ ഇങ്ങനെ എന്നിട്ട് വരച്ചു കൊടുക്കണം. അപ്പോൾ 38 ഇഞ്ചാണ് സീറ്റ് ബ്രെത്ത്. ആദ്യം നമ്മൾ ഒരു 2 ഇഞ്ച് വിട്ടിട്ടുണ്ട്, പിന്നെ ഒരു 3 ഇഞ്ച്, പിന്നെ ഒരു 8 ഇഞ്ച്. ഈ 8 ഇഞ്ചിലാണ് ടെക്ക് വരുന്നത് ഉള്ളിൽ. പിന്നെയും അടുത്തത് ഒരു 3 ഇഞ്ച്. അങ്ങനെ ഒരു 13-3 ഇഞ്ച് ചേർന്നാലേ അരവണ്ണം കറക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. അരവണ്ണം 38 ഇഞ്ചാണ്. എക്സ്ട്രാ ഒരു ഇഞ്ച് കയറുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, നമ്മൾ കുളത്ത് പിടിപ്പിക്കുമ്പോൾ അത് കറക്റ്റ് ആയിക്കോളും. അപ്പോൾ ഓരോ 3 ഇഞ്ചിന് ശേഷവും നമ്മൾ അടുത്തൊരു 8 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കണം. അപ്പോൾ ഈ 3 ഇഞ്ച് അടയാളപ്പെടുത്തുമ്പോൾ അവിടെ നമ്പർ ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ നമുക്ക് കൺഫ്യൂഷൻ ആക്കും ഇത് എത്രാമത്തെയാണെന്നുള്ളത്. 2. എന്നിട്ട് പിന്നെ അടുത്ത 8 ഇഞ്ച് ഇതേപോലെ അടയാളപ്പെടുത്തുക, അതിന്റെ സെന്റർ എടുക്കാം. പിന്നെ അവിടെ നമ്മൾ താഴത്തേക്ക് ഒരു 9 ഇഞ്ചിന്റെ ടെക്ക് എടുക്കാം. ഇത് കറക്റ്റ് വരച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വർക്ക് തയ്ക്കുന്ന സമയത്ത് ബുദ്ധിമുട്ടുണ്ടാവില്ല. ഇപ്പുറവും അതേപോലെ വരച്ചു കൊടുക്കാം. തുണിക്ക് അനുസരിച്ച് എടുക്കാം. അപ്പൊ നിങ്ങൾക്ക് 8 ഇഞ്ച് എടുക്കാനുള്ള ഗ്യാപ്പ് ഇല്ലെങ്കിൽ അവിടെ 2 ഇഞ്ചാക്കാം, 3 ഇഞ്ചാക്കാം, 4 ഇഞ്ചാക്കാം, അങ്ങനെ എടുക്കാം. അപ്പൊ ഇത് നമ്മൾ ടെക്കിന്റെ ഇത് കൂടുന്തോറും താഴ്ഭാഗത്തെ ഫ്ലെയർ കൂടും. ഇത്രയും തുണിയിൽ ആകെ ഇത്രയും മാത്രമേ വേസ്റ്റ് വന്നുള്ളൂ. ബാക്കി എല്ലാം നമ്മൾ ടെക്കിട്ട് പോകണമാണ്. അത് 13 വരെ എത്തിയിട്ടുണ്ട്. ബാക്കി 2 ഇഞ്ച് എക്സ്ട്രാ തയ്യത്തും കൂടിയാണ്. ആദ്യം നമുക്ക് ടെക്ക് ഇട്ട് കൊടുക്കാം. ടെക്ക് ഇടേണ്ടത് എങ്ങനെയാണെന്ന് പറയുന്നത് കറക്റ്റ് ആയിട്ട് വരച്ചേക്കണമുണ്ട്. നമുക്ക് ടെക്ക് ഇടാൻ എളുപ്പമായിരിക്കും. ഇതേപോലെ ഇങ്ങനെ പിടിക്കാം, എന്നിട്ട് ഇതിലേക്ക് ഇങ്ങനെ തയ്യൽ കൊടുക്കാം. അങ്ങനെ ഞാൻ തയ്ച്ചു കൊണ്ടുവരാം. ഞാൻ ടെക്കിടാൻ പോയ നേരത്ത് എൻ്റെ മോള് സാരി എടുത്തിട്ട് സ്കൂളിലൊരു മറ്റേ ഓണത്തിൻ്റെ പരിപാടിയുണ്ട്. അപ്പോൾ അതിന് ആൾ സ്കേർട്ടും ബ്ലൗസൊന്നും ഉപയോഗിക്കില്ല. അപ്പോൾ തയ്ക്കാതെ തന്നെ സ്കേർട്ട് സെറ്റ് ചെയ്ത് എടുക്കാനായിട്ടാണ് ആ തേച്ചും കൊണ്ടിരിക്കുന്നത്. തേച്ചൊക്കെ കഴിഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിൽ കമ്മണ്ണടിച്ച് വീണ് കിടന്നിട്ടാണ് അളവ് സെറ്റ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു എനിക്കൊന്ന് മാറി തരണമെന്ന് പറഞ്ഞപ്പോൾ ആൾ പെട്ടെന്ന് മാറി തന്നു. എന്നാലും എനിക്ക് നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുള്ള സ്കേർട്ടിൻ്റെ കണ്ടതിപ്പോൾ പ്ലീറ്റ്സ് ഇട്ടേണോ ഇരിക്കും, ബോക്സ് പ്ലീറ്റ് ആണെന്ന് വിചാരിക്കും. പക്ഷെ അങ്ങനെ അല്ല. ഇതിൻ്റെ ഉള്ളിൽ ടെക്കാണ്. ഇതല്ല, ഇതെല്ലാ ടെക്കും ഞാൻ ഇതേപോലെ ഇങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ട്. നോക്കിക്കേ, ഈ ടെക്കുകൾ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഇവിടെ പ്ലീറ്റ്സ് വന്നേപോലെ ഇരിക്കും കണ്ടോ. ഇത് അമ്പറിൽ ആകുകയും ചെയ്യും. നമുക്കതൊന്ന് അങ്ങനെ ചെയ്ത് കൊടുക്കാം. ഈ ബാക്കി വന്ന പീസ് ഇവിടെ 3 ഇഞ്ച് എക്സ്ട്രാ കഴിഞ്ഞാൽ പിന്നെ 2 ഇഞ്ചും കൂടി ഇടണം. അതങ്ങോട്ട് നമ്മൾ നേരെ അങ്ങോട്ട് വെട്ടിയെടുത്തേക്കണം. ഈ വെട്ടുന്ന സമയത്തുണ്ടല്ലോ ഇവിടെ തളവും താഴ്ഭാഗത്ത് തളവും കറക്റ്റാണോ നോക്കണം. ഇവിടെ തളവ് 18 ഇഞ്ചും ഇവിടെയും 18 ഇഞ്ച് എടുത്ത് അങ്ങോട്ട് വെട്ടിക്കൊടുക്കണം. സ്കേർട്ട് ഇതേപോലെ ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതേപോലെ ഇങ്ങനെ നമുക്ക് എല്ലാ പ്ലീറ്റ്സും ഇതേപോലെ ഒരു വശത്തേക്ക് ആക്കിയിട്ട് തയ്ച്ചു കൊടുക്കാം. ഇങ്ങനെ തയ്ച്ചു കൊടുക്കാം. ഇത് കണ്ട, ഇങ്ങനെ ഇരിക്കുന്ന പ്ലീറ്റ്സ് ഒക്കെ നമുക്ക് ഇങ്ങനെ ഒരു വശത്തേക്കായിട്ട് ഇങ്ങനെ തയ്ച്ച് എടുക്കാം. ഇത് കണ്ട, കണ്ടാൽ ഇപ്പോൾ ഒരു പ്ലീറ്റ്സ് ടെക്നോളജി തോന്നുന്നു, പക്ഷേ പ്ലീറ്റ്സ് അല്ല കേട്ടോ, ടെക്കാണ്. ടെക്ക് അങ്ങനെ ഇട്ട് വന്നപ്പോൾ ഇങ്ങനെ ആയതാണ് സംഭവം. നോക്കിക്കേ, ഇത് ടെക്കാണ്, മൊത്തം ടെക്കാണ് കണ്ടോ. ഇതിൻ്റെ ഉൾവശമോ പുറം വശമോ കണ്ടിട്ടുണ്ടെങ്കിൽ ടെക്സ് ആണെന്ന് വിചാരിക്കുള്ളൂ. ഇനിയാണ് നമുക്ക് ഇതിൻ്റെ ലെങ്ത് വെട്ടിയെടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇതിന് നമുക്ക് ഇതിൻ്റെ ലെങ്ത് വെട്ടിയെടുക്കാം. ലെങ്ത് വെട്ടുമ്പോൾ 1/2 ഇഞ്ച് മുകൾ ഭാഗത്ത്, 1/2 ഇഞ്ചോ 1 ഇഞ്ചോ വേണമെങ്കിൽ എടുക്കാം കേട്ടോ. പടി പിടിപ്പിക്കുന്നത് താഴ്ഭാഗം ഒരു 1.5 ഇഞ്ച് എക്സ്ട്രാ, അങ്ങനെ 2 ഇഞ്ച് 1.5 ഇഞ്ച് വരെയൊക്കെ എടുത്താൽ മതി. അത് നമുക്ക് അടയാളപ്പെടുത്തി കൊടുക്കാം. 37 ലെങ്ത്. അപ്പോൾ നമുക്കൊരു 38 എടുക്കാം. ചില വീതി കൂട്ടി അടിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് അതനുസരിച്ച് എടുക്കാം കേട്ടോ. 57 എന്ന് പറയുമ്പോൾ 38 എടുത്താൽ മതി. 2 ഇഞ്ചിൻ്റെ പടി കൂടി വരുമ്പോൾ എക്സ്ട്രാ ഒന്നും കൂടി ഇറങ്ങും. 2 ഇഞ്ച് എന്ന് പറയുമ്പോൾ പടി ഒരു 5 ഇഞ്ചോളം എടുത്താൽ 2 ഇഞ്ചിൻ്റെ പടി നമുക്ക് സെറ്റ് ആവും. ഇത് അമ്പർല വരക്കണ പോലെ വരച്ച് കളയരുത്. എല്ലാ സ്ഥലത്തും ഒരേ മെത്തേഡിലായിരിക്കണം പാവാട എടുക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ അമ്പർല ആയിട്ടുള്ള അല്ലെങ്കിൽ ബോക്സ് പ്ലീറ്റ് ആയിട്ടുള്ള ലൈനിങ് വേണം പിടിപ്പിക്കാനായിട്ട്. അല്ലെങ്കിൽ ഇതേപോലെ തന്നെ ലൈനിങ് ഇട്ട് കൊടുത്താൽ മതി. അപ്പം അതിൻ്റെതായ ഭംഗിക്ക് കിടന്നോളൂ. ലൈനിങ് ഇപ്പോൾ നമ്മൾ അതിനേലും ഒരു 2 ഇഞ്ച് കുറച്ചിട്ട് വേണം വെട്ടിയെടുക്കാണ്ട്. 2-1.5 ഇഞ്ചോ ലൈനിങ് നിങ്ങൾക്ക് അമ്പർലായിട്ട് കൊടുക്കാം, പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം, ബോക്സ് പ്ലീറ്റ് ഇട്ട് കൊടുക്കാം, പിന്നെ അതിൻ്റെ സാധാരണ പ്ലീറ്റ് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ലൈനിങ് ഇതേപോലെ ചെറിയ പ്ലീറ്റ്സ് ഇട്ടിട്ട് ലൈനിങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കാരണം തുണി തികയത്തില്ല. ലൈനിങ് കുറച്ചധികം വേണ്ടതായിരുന്നു. അത് കുഴപ്പമില്ല, ഉള്ളിലത്തതല്ലേ, അതിലെങ്കിലും കുഴപ്പമൊന്നുമില്ല. തൽക്കാലം കിട്ടണം എടുത്തോ. ഇത് കണ്ട, ഇതേപോലെ നിൽക്കും കണ്ട പ്ലീറ്റ്സ് ആണെന്ന് വിചാരിക്കണോട്ടോ. ഇനി നമുക്കിതിൽ പട്ട വെച്ച് കൊടുക്കാം. ഒരു 5 ഇഞ്ചിൻ്റെ പട്ടയെങ്കിലും നമ്മൾ എടുക്കണം. കുറച്ചുകൂടി കട്ടിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് കംപ്ലീറ്റ് വെച്ചാലും കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ എടുത്താൽ തേച്ചൊക്കെ കൊടുത്താൽ നമുക്ക് തയ്ക്കാൻ നല്ല എളുപ്പമായിരിക്കും. ചുളുങ്ങിയിരിക്കുന്ന സാധനം തയ്ക്കാന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് നല്ല ബുദ്ധിമുട്ടായിരിക്കും. പിഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ തേച്ച് കഴിഞ്ഞിട്ട് പിഞ്ച് ചെയ്ത് കൊടുത്താൽ നമുക്ക് നല്ലോണം തയ്ച്ചെടുക്കാം. ചുളുങ്ങാതെ തന്നെ തയ്ച്ചെടുക്കാം. ഇത് വേണ്ട. ഇനി ഇത് തയ്ക്കുമ്പോൾ
ഇതിന്റെ ഈ കാണവശം കണ്ട ഇതിനൊക്കെ പറയണേ ഇതിന്റെ കാണവശം കണ്ട ഈ ഉള്ളിൽ അതിലിട്ടടിക്കുക. അഥവാ അത് പറ്റുന്നില്ലെങ്കിൽ സാധാരണ പോലെ തന്നെ തയ്ച്ചു കൊടുക്കാം. ഈ കാണവശം അന്വേഷിച്ചെടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടി എൻ്റെ മോളിതേ പിന്നെ കുത്തിക്കൊണ്ടിരിക്കണേ കേട്ടോ. സാരി മാത്രമായിട്ട് യൂസ് ചെയ്യാനായിട്ട്, സാരിയല്ല പാവാടായിട്ട് യൂസ് ചെയ്യാനായിട്ട്. അതിൻ്റെ ഫൈനൽ ലുക്ക് ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഇതിന്റെ ഫൈനൽ ലുക്ക്. ഇനി ബ്ലൗസ് ഒക്കെ അടിച്ചിട്ട് എല്ലാം കൂടി ഒരുമിച്ചാണ് ഇതാണ് ഇതിന്റെ ഫൈനൽ ലുക്ക്. ഇത് സ്കൂളിലെ പരിപാടിക്ക് വേണ്ടി ചെയ്തേക്കണേ കേട്ടോ. കാരണം ഇത് ഇയാളങ്ങനെ പാവാടയും ബ്ലൗസ് ഒന്നും യൂസ് ചെയ്യൂല. ഫൈനൽ ലുക്ക് ഞാൻ ഇതിന്റെ ബ്ലൗസ് തയ്ച്ചുകൊണ്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.